മന്ത്രി പ്രസാദ് ഉണ്ട്. മന്ത്രി പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഴയ ഓർമ്മയൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാനും 1ാം ക്ലാസ്സിലേക്ക് എത്തിയെന്ന്. മാവേലിക്കരയിലെ 1ാം ക്ലാസ്സിലെ ആദിക്കാട്ടുളങ്ങരയിലെ 1ാം ക്ലാസ് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് നല്ലവണ്ണം ഓർത്തെടുത്തു. സാധാരണഗതിയിൽ നമ്മൾ പോകുന്നതിനേക്കാൾ ഇന്നാണ് ശരിക്കും പറയാൻ ഓർത്തത്. എന്തൊരു ഉത്സവമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പഠനം എന്നത് അങ്ങേയറ്റം സന്തോഷകരമാക്കുക എന്നതാണ്. അത് അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അക്കാര്യത്തിൽ ചെയ്യുന്നു. ഇന്ന് പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ്ട് ഒരു ദേശീയ ഉത്സവം പോലെയായി. കുട്ടികൾ പഠിക്കുന്ന വീടുകൾ മാത്രമല്ല, സമൂഹത്തിന് തന്നെയും മിക്കവാറും എല്ലാവരും തന്നെ ഇതിൽ പങ്കാളിയാവുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഓരോ സ്കൂളുകൾ നോക്കിയാലും ആ പ്രവേശനോത്സവത്തിലെ ഒരു പൊതുജന പങ്കാളിത്തം കൂടിയുണ്ട് അവിടെയെല്ലാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓണം പോലെ ഒരു ദേശീയ ഉത്സവമായി കേരളത്തിൽ പ്രവേശനോത്സവം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കുഞ്ഞിന് പഠനം, സ്കൂള് അതെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇടമാക്കി മാറ്റുന്നു. പണ്ടൊക്കെ പറയായിരുന്നു സ്കൂള് തുറന്നിരുന്ന അവന്റെ ശല്യമൊന്നും മാറും. അതുകൊണ്ട് സ്കൂളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അടയ്ക്കുന്ന എന്തോ ജയില് പോലെയാണ് രക്ഷകർത്താക്കൾ കണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കുഞ്ഞിന് തന്നെ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു വീട് പോലെ വരും നേരത്തേക്ക് ഇപ്പൊ എത്തുകയാണ്. അതിൽ പി പ്രസാദിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. PTA യോഗത്തിന് പോലും സ്കൂളിൽ പോകാത്ത ആളാണ്. ഇപ്പൊ പ്രവേശനോത്സവം ആലപ്പുഴ വന്നതോടുകൂടി ഇപ്പൊ പള്ളിക്കൂടത്തിൽ പോകേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. അത് ശരിയാണ്. അത് ഞാൻ അങ്ങനെ PTA യോഗത്തിലൂടെ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഭാര്യയാണ്, അതെല്ലാം പലരും അങ്ങനെയാണ്. നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നതിന്റെ പേരിൽ. പക്ഷെ ഞാനിപ്പോൾ അതുകൊണ്ട് മിക്കവാറും ചേർത്തലയിലുള്ള പരമാവധി സ്കൂളുകളിൽ ഞാൻ പ്രവേശനോത്സവത്തിന് എല്ലാ കൊല്ലം പോകേണ്ട. ഇത് വളരെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ പങ്കാളിയാവുന്ന വലിയ കാര്യം. ഞാൻ എന്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഒരു പ്രാവശ്യം ഞാൻ പ്രവേശനോത്സവത്തിന് പോയിരുന്നു കുറെ നാൾക്ക് മുമ്പ്. മോനെന്താ സെല്യൂട്ട് അടിച്ചിരുന്നു അല്ലേ? അല്ല, അത് പിന്നീടാണ്. അത് ഞാൻ അവിചാരിതമായി അവിടെ ചെല്ലുമ്പോഴാണ് പിന്നാണ് അവനാണ് നിൽക്കുന്നത് പോലും ഞാനില്ല. ആ സ്കൂളിൽ പറഞ്ഞിരുന്നു അവര് ആരോടും പറയരുത്, വീട്ടിലും പറയരുത്. അതുകൊണ്ട് അവൻ എന്നോടും പറഞ്ഞിരുന്നില്ല അവനാണ് നിൽക്കുന്നുള്ളത്.